നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കലാണ്. കോട്ടക്കൽ ഗസൽ ബിൽഡേഴ്സിന്റെ വൈറ്റ് ഫോർട്ട് പ്രോജക്റ്റിലാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗസൽ ബിൽഡേഴ്സിന്റെ GM ഷാഫി സാറാണ്. അപ്പോൾ ഗസലിന്റെ ഈ ഒരു വൈറ്റ് ഫോർട്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കോട്ടക്കൽ ചൂസ് ചെയ്യുന്ന ഒരു കാരണം എന്തായിരുന്നു? മലപ്പുറം ജില്ലയിലെ തന്നെ ഹൈലി ഗ്രോയിങ് ആയിട്ടുള്ള സിറ്റി എന്നുള്ള നിലക്കാണ് കോട്ടക്കൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കോട്ടക്കൽ അരിയോശാല, അൽമാസ് ഹോസ്പിറ്റൽ, മിംസ് ഹോസ്പിറ്റൽ, അപ്കമ്മിങ് ആയിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രോജക്റ്റിന് വളരെ നിയർ ബൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? നമ്മൾ നാഷണൽ ഹൈവേന്ന് ജസ്റ്റ് 100 മീറ്റർ മാറി രാജാസ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത്, അത് കോട്ടക്കൽ ടൗണിന് ഉള്ളിൽ തന്നെയാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഫോർട്ട് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് 14 ഫ്ലോറിലായിട്ട് 55 അപ്പാർട്ട്മെന്റ് ആണ് ഈ പ്രൊജക്ട് വരുന്നത്. 2 BHK 3 BHK അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ 2 BHK വരുമ്പോൾ 1350 സ്ക്വയർ ഫീറ്റും 3 BHK വരുമ്പോൾ 1790 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഒരു ഫ്ലോറിൽ ടിപ്പിക്കൽ ഫ്ലോറിലേക്ക് വരുമ്പോൾ 4 അപ്പാർട്ട്മെന്റ് വരും. അങ്ങനെ 14 ഫ്ലോറിലായിട്ട് 55 അപ്പാർട്ട്മെന്റ് വരും. ഫസ്റ്റ് ഫ്ലോറിലാണ് കോമൺ അമ്യൂണിറ്റീസും ക്ലബ് ഹൗസ് എല്ലാം വരുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ബയേഴ്സിനായിരിക്കും ഈ പ്രോജക്റ്റ് കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത്? ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ടൈപ്പ് ബയേഴ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഗസൽ വൈറ്റ് ഫോർട്ട്. സ്ഥിരതാമസത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വളരെ നിയർലി ആയിട്ട് ഇവിടെ ലഭ്യമാണ്. സ്കൂൾസ് ആണെങ്കിലും അതുപോലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, ഒരുപാട് മേജർ ബ്രാൻഡുകൾ തന്നെ കോട്ടക്കൽ ടൗണിൽ ഈ പ്രൊജക്റ്റ് വളരെ അടുത്തായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് വളരെ നിയർലി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ റെൻ്റൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് നല്ല ഹൈ റെൻ്റൽ കിട്ടാവുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രൊജക്റ്റിന് വളരെ അടുത്തായിട്ടുണ്ട്. ഹൈലി ഡിമാൻഡഡ് ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല റീസെയിൽ വാല്യൂം കിട്ടുന്ന കാര്യം ഷുവറാണ്. കാരണം ഓൾറെഡി തന്നെ നമുക്ക് നല്ല ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചറിലും ഇതേ രീതിയിൽ നല്ല രീതിയിലുള്ള റീസെയിൽ വാല്യൂ പ്രോജക്റ്റ് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. നമ്മുടെ ഈ വൈറ്റ് ഫോർട്ട് പ്രോജക്റ്റിന്റെ പ്രൈസും പേയ്മെന്റ് മോഡൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? നമുക്ക് 2 BHK അപ്പാർട്ട്മെന്റിന് 66 ലക്ഷമാണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ 3 BHK ആകുമ്പോൾ 88 ലാക്സ് ഉണ്ട്. പേയ്മെന്റ് മോഡ് വരുന്നത് ഇനീഷ്യൽ ബുക്കിംഗ് എമൗണ്ട് 1 lakh ആണ്. അതിനുശേഷം ഒരു 1 monthനുള്ളിലായിട്ട് നമ്മൾ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ 30% പേയ്മെന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വർക്കിംഗ് പ്രോഗ്രസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കസ്റ്റമർ ബാങ്ക് ലോൺ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് ബാങ്ക് ആവശ്യപ്പെടാൻ 20% ആണ്. ബാലൻസ് 80% വരെ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി പേയ്മെന്റ് ബാങ്കിൽ നിന്നുള്ള ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരും. അപ്പോൾ കറന്റ് ഇപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ്സ് ബാക്കിയുണ്ടാവും? ഈ പ്രൊജക്റ്റിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 90% സോൾഡ് ആണ്. വളരെ കുറച്ച് ഫ്ലാറ്റുകളോട് തന്നെ സെയിൽ ചെയ്യാനുള്ളൂ. 2025 ഡിസംബറിലാണ് പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അതേപോലെ ബുക്ക് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.